ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ മീനാകൃഷ്ണനാണ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ ഡേറ്റ പിക്ചർ കേട്ടോ, വിവര ചിത്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് കേട്ടോ. നമ്മൾ മൊത്തം 11 ചാപ്റ്ററും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഏത് ചാപ്റ്ററിൽ സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ, കമൻറ്റ് ചോദിച്ചാൽ മതി. ഞാനതിൻ്റെയൊക്കെ അന്നേരം ഇട്ടില്ലെങ്കിലും പിന്നെ റിവിഷൻ എന്നും പറഞ്ഞ് പറയുമല്ലോ, അന്നേരം ഞാൻ അതിനകത്തിലെല്ലാം നിങ്ങളുടെ കമൻറ്റ് ഏതാണോ ഡൗട്ടുള്ളത് അത് ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ 11 ചാപ്റ്ററിൻ്റെ ഇട്ടിട്ടുണ്ട്. സയൻസിൻ്റെ ആയാലും സോഷ്യലിൻ്റെ ആയാലും മാത്സിൻ്റെ ആയാലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മലയാളത്തിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ചാനൽ നോക്കണേ നിങ്ങൾ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ 6ൻ്റെ 8ൻ്റെ ആണ് ഇപ്പോൾ ഫുൾ ഇട്ടിരിക്കുന്നത്. 5ഉം 7ഉം നമ്മുടെ ചാനൽ ഓൾറെഡി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ചാപ്റ്റർ എന്ന് വെച്ചാൽ ഡേറ്റ പിക്ചർ, വിവര ചിത്രങ്ങൾ ഉണ്ടാവും നിങ്ങളെ. അപ്പം ഒരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കും, എ പിക്ചർ ഷോയിങ് ന്യൂമറിക്കൽ ഡേറ്റ ഈസ് കാൾഡ് ഡാഷ്. എ പിക്ചർ ഷോയിങ് ന്യൂമറിക്കൽ ഡേറ്റ ഈസ് കാൾഡ് എ ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ ലൈൻ ചാർട്ട് എന്നാണ് പറയുന്നത്. അതായത് സംഖ്യാപരമായ വിവരങ്ങളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾക്ക് നേർവര ചിത്രം എന്ന് പറയുന്നു. സംഖ്യാപരമായ വിവരങ്ങളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾക്ക് നേർവര ചിത്രം എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ എന്താണ് ലൈൻ ഗ്രാഫ്, നമ്മളിനി അതിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത് അല്ലെ, ലൈൻ ചാർട്ട്. അതുപോലെ തന്നെ എ പിക്ചർ യൂസിങ് റെക്റ്റാങ്കിൾസ് ഈസ് കാൾഡ്. റെക്റ്റാങ്കിളിലുണ്ടല്ലോ അതിനെ നമ്മൾ ബാർ ഗ്രാഫ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താ നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ ടെസ്റ്റിലുണ്ട്. നമ്മളിനി അതിനെക്കുറിച്ച് ചതുര ചിത്രം, ബാർ ഗ്രാഫിൻ്റെ മലയാളം എന്താണ്, ചതുര ചിത്രം അല്ലെ ബാർ ചാർട്ട് എന്നും പറയാം. അപ്പം നമുക്ക് ടെസ്റ്റിനകത്ത് നോക്കുന്നത് ഇതാ നമ്മുടെ ടെസ്റ്റ് 12ാമത്തെ ചാപ്റ്ററാണ് കണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ ലൈൻ ഗ്രാഫ് ഫസ്റ്റ് നോക്കിയേ, നമുക്ക് പറഞ്ഞിരിക്കുന്നത് ലൈൻ ഗ്രാഫാണ്. നമ്മൾ ലൈൻ ഗ്രാഫ് എന്താണെന്ന് ഇപ്പം പറഞ്ഞതാ അല്ലേ. എന്താ ലൈൻ ഗ്രാഫ് ഇപ്പം അങ്ങോട്ടെ കണ്ടേ, എ പിക്ചർ ഷോയിങ് ന്യൂമറിക്കൽ ഡേറ്റ ഈസ് കാൾഡ് ലൈൻ ഗ്രാഫ് അല്ലേ. സംഖ്യാപരമായ വിവരങ്ങളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾക്കാണ് നേർവര ചിത്രം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. We have seen how different the kinds of information in the form of numbers can be given as tables or pictures. The lesson tables and graphs in the class 5 textbook. അതായത് നമ്മൾ 5ാം ക്ലാസ്സിൽ പട്ടികകളും ചിത്രങ്ങളും എന്ന് പറയുന്നൊരു പാഠം പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? ടേബിൾസ് ആൻഡ് ഗ്രാഫ്, പട്ടികകളും അതുപോലെ തന്നെ ചിത്രങ്ങളും എന്ന് പറയുന്നത് സംഖ്യാപരമായ വിവരങ്ങളെ പട്ടികയായും ചിത്രമായും അവതരിപ്പിക്കുന്ന രീതി നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ എന്നാണ് പറയുന്നത്. ദ ടേബിൾ ബിലോ ഷോ ദ മാക്സിമം ടെമ്പറേച്ചർ റെക്കോർഡഡ് ഇൻ ഡൽഹി ഡ്യൂറിങ് വേരിയസ് മന്ത് ഓഫ് 2024. ഈ ചുവടെ ഒരു പട്ടിക നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ദ ടേബിൾ ബിലോ, നമുക്ക് താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിനകത്തിൽ 2024 പല മാസങ്ങളിലായിട്ട് ഡൽഹിയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനിലയാണ് കുഞ്ഞുങ്ങളെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം അപ്പുറത്തെ ടേബിളിൽ നമുക്ക് താഴ്ന്ന കേട്ടോ അതുണ്ട് കേട്ടോ, താഴ്ന്ന താപനില തരുന്നുണ്ട്. അപ്പം 2 എണ്ണം ഉണ്ട്. ഈ പിക്ചറിനകത്തിൽ നമുക്ക് എന്താ, ദ ടേബിൾ ബിലോ ഷോ ദ മാക്സിമം ടെമ്പറേച്ചർ റെക്കോർഡഡ് ഇൻ ഡൽഹി ഡ്യൂറിങ് വേരിയസ് മന്ത് ഓഫ് 2024 കേട്ടോ. അതായത് മാക്സിമം നമ്മുടെ ഈ പട്ടികയിൽ 2024 കേട്ടോ പല മാസങ്ങൾ നോക്കി, പല മാസങ്ങളിൽ ഡൽഹിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും മാക്സിമം ആണ് കേട്ടോ, ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചർ, ഏറ്റവും ഉയർന്ന താപനില. ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ്, താപനിലയാണ് തന്നിരിക്കുന്നത്. നോക്കി ഇവിടെ ജനുവരി മന്ത് തന്നിട്ടുണ്ട്, മാക്സിമം ടെമ്പറേച്ചറും അല്ലേ. മന്ത് എന്ന് വെച്ചാൽ മാസമാണ്, മാക്സിമം ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഉയർന്ന താപനില. താപനില എപ്പോഴും ഡിഗ്രി സെൽഷ്യസിലാണ്. എന്താ ഇപ്പം 8 ഡിഗ്രി എന്ന് എഴുതാണ്ട മേലിൽ ഇങ്ങനെ ഒരു 0 കേട്ടോ, കുഞ്ഞൊരു 0 സിയോട് ഇട്ടാൽ അതിന് എന്താ ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. 80 ഡിഗ്രി സെൽഷ്യസ്, 25 ഡിഗ്രി സെൽഷ്യസ്, 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 30 ഡിഗ്രി എന്ന് അങ്ങനെ പറയും, 30 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. ഇതിപ്പോൾ ഇതിനകത്ത് നമ്മൾ അങ്ങനെ വായിക്കുന്നത്. അപ്പോൾ ജനുവരിയിൽ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഫെബ്രുവരിയിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെ നമുക്ക് ഡിസംബർ വരെ ഉള്ളത് ഉയർന്ന താപനില കേട്ടോ. മാക്സിമം ടെമ്പറേച്ചർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് ഡൽഹിയിലെ ചോദ്യം ഇതാവുന്നില്ല കണ്ടോ, ദ ടേബിൾസ് ബിലോ ഷോ ദ മാക്സിമം ടെമ്പറേച്ചർ റെക്കോർഡഡ് ഇൻ ഡൽഹി ഡ്യൂറിങ് ദ വേരിയസ് മന്ത് 2024. 2024 പല മാസങ്ങളിൽ ഡൽഹിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയാണ് കേട്ടോ, ഉയർന്ന താപനില. അപ്പം അതിനെ എങ്ങനെ വരയ്ക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതാണ് സംഭവം കണ്ടോ. ഈ ഗ്രാഫ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇതേത് ഗ്രാഫായിട്ടാണ് തോന്നുന്നത്? ഇതേത് ഗ്രാഫാണ് നിങ്ങൾ ഏതാണ്ട് ഈ ഒരു ഷേപ്പ് നിങ്ങൾ നോക്കി, ചുമന്ന കളർ എന്താ ഷേപ്പിലാണ്? റെക്റ്റാങ്കിൾ ഷേപ്പാണ് അല്ലേ.
അങ്ങനെയല്ലേ അല്ലേ റെക്റ്റാങ്കിൾ അല്ലേ നോക്കിക്കേ, റെക്റ്റാങ്കിൾ ഷേപ്പ് ചതുരം അല്ലേ. നമ്മളിവിടെ പറഞ്ഞായിരുന്നു ദ പിക്ചർ യൂസിങ് റെക്റ്റാങ്കിൾസ് ഈസ് കാൾഡ് ബാർ ഗ്രാഫ് ഓർ ബാർ ചാർട്ട് അല്ലേ. ചതുരങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന ചിത്രത്തിനെ നമ്മൾ ചതുര ചിത്രം എന്ന് പറയുന്നു. നമ്മൾ ഇതൊക്കെ ഇത് ചതുരങ്ങളല്ലേ, നോക്കി ഇതെല്ലാം ചതുരങ്ങളാണ്. അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു, ഉയർന്ന താപനിലയുടെ ആയിരുന്നു എന്ന് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. ഉയർന്ന ഡൽഹിയിലെ ഉയർന്ന താപനിലയുടെയാണ്. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പഠിച്ചോണേ. ഒരു ഗ്രാഫ് ഞാൻ ഓൾറെഡി ഒന്ന് വരച്ചിട്ടതാണ്. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പം നിങ്ങൾ ആദ്യമായിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ നിങ്ങളെ, സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ആദ്യമേ ഇവിടുന്ന് താപ്പോട്ട് ഒരു വര കൊടുക്കുക കേട്ടോ. ഈ വരയെ നമ്മൾ എന്താ വൈ എന്ന് പേര് കൊടുക്കുക, വൈ കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര കൊടുക്കുക, ഇങ്ങോട്ടൊരു വര കൊടുക്കുക. അതിനെ നമ്മൾ എക്സ് എന്നും പേര് ആ വരയ്ക്കാം കേട്ടോ, എക്സ് എന്നും കൊടുക്കുക. എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഗ്രാഫിൻ്റെ മുകളിൽ താപ്പോട്ടുള്ളതിനെ വൈ എന്നും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഇതിന് നമ്മൾ സീറോയിലാണ് ഇതിൻ്റെ ഈ എൻഡ് പോയിന്റ് 0, ഒറിജിൻ എന്നൊക്കെ പറയുന്നത് പോട്ടെ 0 കേട്ടോ. മനസ്സിലായോ? ഇനി നമ്മുടെ ചോദ്യം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോലെ, കഴിഞ്ഞ ചാപ്റ്ററിൽ ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? കഴിഞ്ഞ ചാപ്റ്റർ അക്ഷരക്കണക്ക് അല്ലെങ്കിൽ ലെറ്റർ മാത്രം ആയിരുന്നു അല്ലേ. അതിനകത്തിലെ നമ്മൾ ഏറ്റവും വലുത് മുതൽ ഏറ്റവും ചെറുത് വരെ ആദ്യം നോക്കി വരയ്ക്കാനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിനകത്തിൽ നോക്കുന്നില്ലേ, മന്തും മാക്സിമം ടെമ്പറേച്ചറുമാണ്. ഇത് എവിടെയൊക്കെ എഴുതണമെന്നാണ് അറിയേണ്ടത്. നോക്കിയേ, നമ്മൾ ഇങ്ങനെ എക്സ് എന്നും വൈ എന്നും 2 പേര് കൊടുത്തു. ഇനി നമ്മൾ നോക്കണം, ഇതിനകത്ത് തന്നിരിക്കുന്ന ഈ മെഷറുകൾ നോക്കിയേ, ഡിഗ്രി നോക്കിയേ, ഏറ്റവും ചെറുത് ഏതാണ് ഏറ്റവും വലുത് ഏതാണെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഇതിനകത്തിൽ ഏറ്റവും ചെറുത് നോക്കൂ നിങ്ങൾ, ഇതിനകത്തിൽ ഏറ്റവും ചെറുത് ഏതാ? 24 തോന്നുന്നു അല്ലേ. 24 ഏറ്റവും ചെറുതും ഏറ്റവും വലുത് 44 കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ 44 വരെ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 5 വീതം കൂട്ടി നമ്മുടെ സ്കെയിലിൽ കറക്റ്റായിട്ട് എടുക്കണം. എങ്ങനെയെങ്കിലും അങ്ങ് വരച്ചാൽ പോരാ. നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് കേട്ടോ, ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് എടുക്കണം. ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ നമ്മൾ 1 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നതെങ്കിൽ അടുത്തതും കറക്റ്റായിട്ട് 1 സെൻറ്റിമീറ്റർ കണ്ടോ, ഓരോ സെൻറ്റിമീറ്റർ വെച്ച് കറക്റ്റായിട്ട് വേണം. അതാ ഗ്രാഫിൻ്റെ പ്രത്യേകത. കറക്റ്റ് മെഷറായിരിക്കണം. 1 മില്ലിമീറ്റർ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ സ്കെയിലിലെ ആ വലിയ വര വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഡോട്ട് ഇട്ട് പോവുക. സ്കെയിലിലെ ആ വലിയ വരയിൽ ഡോട്ട് കൊടുത്ത് പോവുക കേട്ടോ. മേപ്പോട്ട് നമ്മളോട് 0 മുതൽ 0 ഉണ്ട് ഇവിടെ കേട്ടോ. 0 മുതൽ നമുക്കിവിടെ 44 വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ 1, 2 ഇട്ട് കൊടുത്താൽ ഇവിടെ വരെ പോകും, അങ്ങ് പോയി അല്ലേ. അല്ലെ 2, 4, 6 ഇട്ട് കൊടുത്താൽ ഒരുപാട് അങ്ങ് മുകളിലോട്ട് അങ്ങ് പോകും. അപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടി 5, 10, 15, 20 കാരണം 44 കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഡിസ്റ്റൻസേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത് കേട്ടോ. 2, 4, 6, 8 എന്നൊക്കെ ഇപ്പം നമ്മളിങ്ങനെ കൊടുത്തു പോയാൽ ഒരുപാട് അങ്ങ് നീളം അല്ലേ, നീളം അങ്ങോട്ടും ഒത്തിരി പോകും കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം കേട്ടോ എഴുതാൻ. ഇവിടെ നമുക്ക് 44 വരെ ഉള്ളത് കൊണ്ട് നമ്മൾ 5, 10, 15 എന്നുള്ള മെഷറിൽ കൊടുക്കുക. ഇനി അത് കഴിഞ്ഞല്ലോ, ഈ മാക്സിമം ടെമ്പറേച്ചർ എന്നുള്ളതിനെ നമ്മൾ വൈ എന്ന ആക്സിസിലും, ഇവിടെ എന്താണ് മന്ത് കേട്ടോ, താഴെ ഇവിടെ മന്ത് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏതൊക്കെ മാസമാണെന്ന് കേട്ടോ. നോക്കിയേ, ഇവിടെ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ എടുത്തിട്ട് നോക്കിയാൽ ഒന്ന് സ്കെയിലിൽ ഓരോ സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് മെഷർ ചെയ്യുക കണ്ടോ. ഓരോ സെൻറ്റിമീറ്ററാണ് ഓക്കെ, ഒന്ന് കറക്റ്റ് മെഷറിൽ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമുക്കിവിടെ ബാർ ഗ്രാഫാണ് വരയ്ക്കേണ്ടത് അല്ലേ, ചതുര ചിത്രമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഒരു വരയായിരുന്നെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ, നേരെ ഇങ്ങനെ വരയ്ക്കാനായിരുന്നെങ്കിൽ പറ്റും. പക്ഷെ ബാർ ഗ്രാഫ് വരയ്ക്കുന്നത് നമ്മൾ ആ എടുത്ത ആ ഒരു സെൻറ്റിമീറ്റർ ഇല്ലേ 0 മുതൽ ഈ 1 വരെയുള്ള സെൻറ്റിമീറ്ററിലെ കുഞ്ഞുങ്ങളെ. അപ്പോൾ ആ 1 എടുത്തതിൻ്റെ ഒരു ഇച്ചിരി എത്രയാണോ നിങ്ങൾ ഇവിടെ എടുത്തത് അത്രയും തന്നെ ഇവിടെ എടുക്കണം കേട്ടോ. നമ്മൾ ഈ 1 എടുത്തല്ല, 1 അല്ലേ, 0യിൽ നിന്ന് ഈ 1 വരെയുള്ള ദൂരം സ്കെയിലിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ എടുത്തില്ലേ കുഞ്ഞുങ്ങളെ. ഇവിടെ അണ്ടേ 1 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തില്ലേ. ഈ 1 സെൻറ്റിമീറ്റർ ഈ ചതുരം എങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്നാണ്. ആ 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു 2 മില്ലിമീറ്റർ ഇങ്ങോട്ടും 2 മില്ലിമീറ്റർ അങ്ങോട്ടും വെച്ചിട്ട്
നേരെ ഒരു ചതുരം. കാരണം കറക്റ്റ് എല്ലായിടും ഒരേപോലെ ആയിരിക്കണം, എല്ലാ ചതുരങ്ങളും ഒരേപോലെ ആയിരിക്കണം. അല്ലാതെ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ടും വരയ്ക്കരുത്. അതാ പറഞ്ഞത്. കണ്ടോ, നമ്മൾ ഇത് എത്ര മില്ലിമീറ്ററിലാണോ ഈ ഇതെടുത്തത്, ഇതിൻ്റെ വീതിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. വീതി, ഇതിനിടയ്ക്ക് വരുന്ന ഈ വീതി എത്രയാണോ നമ്മൾ ഇവിടെ എടുത്തത്, അതായത് ഫസ്റ്റ് ജനുവരി അല്ലായിരുന്നോ, ജനുവരിയിൽ എത്രയാണ് നമ്മളോട് പറഞ്ഞത്, 25. അപ്പോൾ ജനുവരിയുടെ മേളിൽ 25 കണ്ടോ. അടുത്തത് നമ്മളോട് ഫെബ്രുവരിയിൽ എത്രയാകും തന്നിരിക്കുന്നത്, 30. കണ്ട് ഇവിടെ 30 നേരെ ഇങ്ങോട്ട് 30. ഇതിൻ്റെ വീതി എങ്ങനെയാണ് എടുത്തത്, 1 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായ അളവിൽ വേണം എടുക്കാൻ. കാരണം എല്ലാ ചതുരങ്ങളും ഒരേപോലെ ഇരിക്കണം, അല്ലാതെ ഒന്നിന് വലിപ്പം കൂടുതലും കുറവും ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടല്ലോ. അപ്പം ഇവിടെ 30. അപ്പോൾ ഈ 30 നേരെ സ്കെയിൽ വെച്ചിട്ടോ നിങ്ങളാണ്ട് ഇങ്ങനെ വെച്ചിട്ട് വരയ്ക്കുന്ന ആ കുറേ കൂടെ നല്ല കേട്ടോ. 30 കറക്റ്റ് വരയ്ക്കുക. അടുത്ത ഫെബ്രുവരി, മാർച്ചിലാണെങ്കിൽ അല്ലേ, മാർച്ചിൽ എത്രയാണ്, 36. അപ്പോൾ നമ്മൾ ഈ 35ൻ്റെ തൊട്ട് മുകളിൽ ഒരു മില്ലിമീറ്ററും കൂടെ അല്ലേ, ഓക്കെ അങ്ങനെ വെച്ചിട്ട് കണ്ടോ 36 മാർച്ച്. ഏപ്രിലാണെങ്കിൽ 42 കണ്ടോ, 42. അങ്ങനെ എല്ലാം ഇവിടെ മെഷർ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിലാണെങ്കിൽ 44 കേട്ടോ. അതായത് ഇവിടെ എത്രയായിരുന്നു, 42. ഇവിടെ ഞാൻ വെറുതെ നിങ്ങൾ എഴുതല്ലേ കേട്ടോ, കാരണം നമുക്കിപ്പോൾ ആൻസർ എഴുതാൻ വേണ്ടതുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ 36 മാർച്ചിൽ 36. പിന്നെ ഫെബ്രുവരിയിൽ 30. ജനുവരിയിൽ 25 അല്ലേ. ജൂണിൽ 41. ജൂലൈയിൽ 37. ഓഗസ്റ്റും ജൂലൈയും ഓഗസ്റ്റും ഒരേ ഇതാ 37. പിന്നെ സെപ്റ്റംബറിൽ 36. നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ അല്ലേ, അല്ലെങ്കിൽ ഈ ചതുരത്തിൻ്റെ വീതി ഒരേപോലെ ആയിരിക്കണം കേട്ടോ. നമ്മളെടുത്ത ഓരോ സെൻറ്റിമീറ്ററാണ് ഇങ്ങോട്ട് എടുത്തത് കേട്ടോ. ഇപ്പോൾ 1, 2, 3, 4 എന്ന് എടുത്തതിൻ്റെ ആ എടുക്കുന്നതിൻ്റെ ഇച്ചിരി ഇങ്ങോട്ടും ഓരോ മില്ലിമീറ്റർ നീളത്തിൽ വേണം എടുക്കാൻ കേട്ടോ. 36. ഒക്ടോബറിൽ 33. ഒക്ടോബർ. പിന്നെ നവംബറിൽ 26. നവംബർ. ഡിസംബറിൽ 24. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കാമെങ്കിൽ നമുക്കിപ്പോൾ ആൻസർ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ഇത്രയും നല്ലതുപോലെ മനസ്സിലാക്കുക. നമ്മളൊരു ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഈ വരച്ചിരിക്കുന്നത് ബാർ ഗ്രാഫ് അല്ലെങ്കിൽ ബാർ ചാർട്ട് അല്ലെങ്കിൽ ചതുര ചിത്രമാണ് വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം മെഷർ കണ്ട അതിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ടോപ്പിൽ എഴുതി വെക്കരുത്. ഞാൻ ഇതിൻ്റെ ആൻസർ ഇപ്പം നിങ്ങളോട്, ഇതിൻ്റെ താഴെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആൻസർ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ ഇതിന് ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് മാത്രം വരയ്ക്കുക എന്നുള്ളത്. ഇതുള്ളൂ ഷെയ്ഡ് ചെയ്യുക കേട്ടോ. പെൻസിൽ വെച്ച് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്താൽ മതി, അല്ലാതെ സ്കെച്ച് വെച്ച് വരച്ച് കുളവാക്കണ്ട. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നീറ്റ് ആയിരിക്കണം. എക്സ് വൈ എന്ന് പറയുന്ന 2 ലൈൻ വരച്ചിട്ട് 0 ഇവിടെയാണ്. ഇങ്ങോട്ട് 2 എണ്ണം നമുക്ക് തരും. ഒന്ന് എന്തുവാണെങ്കിലും 2 എണ്ണം തരും. ഇവിടെ നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഡിഗ്രിയും ഇവിടെ മാസങ്ങളും തന്നിരിക്കുന്നത്. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഒരു സൈഡിലും ഏതൊക്കെ മാസങ്ങളിലാണെന്ന് താഴെയും തന്നേക്കുന്നത്. ഇനി അതിൻ്റെ ചോദ്യം നോക്കൂ നിങ്ങൾ. അതിൻ്റെ തൊട്ട് താഴെ ടെസ്റ്റിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ഏറ്റവും ഉയർന്ന താപനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? വാട്ട് ഈസ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ? വാട്ട് ഈസ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദ ഇയർ? ഇവിടെ ഈ 2024 ഏറ്റവും ഉയർന്ന താപനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2024 2024 ഏറ്റവും ഉയർന്ന ഡിഗ്രി സെൽഷ്യസ് എത്രയാണത്? എത്രയാ? ഇതിലേക്ക് ഏറ്റവും കൂടുതൽ എത്ര പറയാൻ പറ്റുമല്ലോ. ഇത് കാണുമ്പോഴേ നമുക്കറിയാം എത്രയാ. നോക്കി, ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കുന്ന ഏതാ? 44 അല്ലേ. അത് ഏത് മാസമാണ് വന്നേക്കുന്നത്? നോക്കിയേ, ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് 44 ആണ്. അത് ഏത് മാസമാണ് നിങ്ങളിവിടെ? മെയ്യിൽ അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ഉയർന്ന താപനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്നേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എത്ര? 44 ഡിഗ്രി സെൽഷ്യസ്. ചോദ്യം മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. 44 ഡിഗ്രി സെൽഷ്യസ്, 44 ഡിഗ്രി സെൽഷ്യസ്. ചോദിച്ചതിൻ്റെ മറുപടി എഴുതിയാൽ മതി കേട്ടോ.
അടുത്തത് ഇൻ വിച്ച് മന്ത് വാസ് ഇറ്റ്, അത് ഏത് മാസത്തിലാണ്. കണ്ടോ, അതിന് ഏത് മാസത്തിലാണെന്ന് നമ്മളോട് ചോദിച്ചു. അപ്പോൾ അത് ഏത് മാസമാണ്? മെയ്യിലാണ് അല്ലേ. അത് നിങ്ങൾ ഇതുപോലെ തന്നെ വരച്ചിട്ട് ഇങ്ങനെ എഴുതാമെങ്കിലുണ്ടല്ലോ, ഇങ്ങനെ തന്നെ എഴുതണം. എഴുതുമ്പോൾ നമുക്ക് ആ കറക്റ്റ് കിട്ടും. ഏത് മാസമാണെന്ന് നമ്മളോട് ചോദിച്ചു. ഏത് മാസത്തിലാണത്? മെയ്യിലാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. മെയ്. കണ്ടോ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ മന്ത് ഇൻ ദ ഇയർ ക്യാൻ ബി കാൾഡ് എ സമ്മർ സീസൺ. ഈ വർഷത്തെ ഏതൊക്കെ മാസങ്ങളെയാണ് ഉഷ്ണകാലം എന്ന് പറയുന്നത്? ഈ വർഷത്തെ ഏതൊക്കെ മാസങ്ങളെയാണ് ഉഷ്ണകാലം എന്ന് പറയുന്നത്? വിച്ച് ഓഫ് ദ മന്ത് ഇൻ ദ ഇയർ ക്യാൻ ബി കാൾഡ് എ സമ്മർ സീസൺ. സമ്മർ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് സമ്മർ വെക്കേഷനൊക്കെ തരത്തില്ലയോ? ഇല്ലയോ? സമ്മർ വെക്കേഷൻ എന്ന് പറയുന്ന പോലെ ചൂട് കൂടുമ്പോഴാണ് നമുക്ക് എന്താ വെക്കേഷൻ തരുന്നത്. ഇവിടെ ചൂട് കൂടുതൽ ഏതൊക്കെ മാസമാണെന്ന് നോക്കിക്കേ. ഏതൊക്കെയാണ് നിങ്ങളെ നമ്മൾ പറഞ്ഞു ഏറ്റവും ഡിഗ്രി നോക്കിയേ 44 ഡിഗ്രിയാണ് ചൂട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതൊന്നില്ലയോ? ഇല്ലയോ? 44 ഡിഗ്രി ആകുമ്പോൾ ഒന്നതാണ് അല്ലേ. അപ്പോൾ അതിനോട് ചേർന്ന് വേറെ ഉണ്ട് കേട്ടോ, 42ഉം 41ഉം ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെയും ചൂട് കൂടിയ മാസമാണ്. ഈ 37 ഒക്കെയും ചൂടാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്നതിലും ഉണ്ടല്ലോ 37ഉം ഭയങ്കര ചൂടാണ്, നമുക്കങ്ങ് ആവിയായിരിക്കും കേട്ടോ. അപ്പം 37 ഇവിടെ ഒരു ഓഗസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഒരുപാട് എടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് തോന്നുന്ന ചൂട് ഈ വർഷത്തെ ഏതൊക്കെ മാസങ്ങളെയാണ് ഉഷ്ണകാലം എന്ന് വിളിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. അപ്പം നമുക്ക് ഏതെഴുതാം? നമുക്ക് ഏപ്രിൽ മെയ് ഏറ്റവും കൂടുതലായിട്ടുള്ളതിനെ അങ്ങ് എഴുതാം. ഏറ്റവും കൂടുതൽ 44ഉം 42ഉം ആണ്. ഏറ്റവും കൂടിയ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം. നമുക്ക് എത്ര എഴുതാൻ ചോദിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ 44ആണ്, അതിൽ കുറവ് 42ഉമാണ്. അത് ഏതൊക്കെ മാസങ്ങളാണ്? ഏപ്രിലും മെയ്യിലുമാണ് കേട്ടോ. അപ്പം നമുക്കത് എഴുതാം. ഏപ്രിൽ മെയ്. ഈ വർഷത്തെ ഏതൊക്കെ മാസങ്ങളാണ് ഉഷ്ണകാലം? ഉഷ്ണമെന്ന് വെച്ചാൽ എന്താ? ആവി, ചൂട് അല്ലേ. ഏപ്രിലും മെയ്യും എഴുതാം. മെയ് ആണ് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത്. അതിനോട് തൊട്ട് താഴെ തന്നെ ഏപ്രിലും ഉണ്ട് അല്ലേ. ഏപ്രിൽ മെയ്. ഇത്രയുള്ള ചോദ്യം. ഒരെണ്ണം കൂടി ഇല്ല അതിൻ്റെ കൂടെ. ക്വസ്റ്റ്യൻ എന്തിയായിരുന്നു? അടുത്ത ചോദ്യം നോക്കുന്നില്ല. അടുത്തടുത്ത ഏതൊക്കെ മാസങ്ങൾക്കിടയിലാണ് ഉയർന്ന താപനില ഏറ്റവും കൂടിയത്? അടുത്തടുത്ത ഏതൊക്കെ മാസങ്ങൾക്കിടയിലാണ് ഉയർന്ന താപനില ഏറ്റവും കൂടിയത്? ഇപ്പം ഉയർന്ന താപനില കൂടിയെന്ന് കാണുമ്പോഴേ നമുക്കറിയാം. ഡ്യൂറിങ് വിച്ച് 2 കോൺസിക്യൂട്ടീവ് മന്ത് അല്ലേ ഡിഡ് ദ മാക്സിമം ടെമ്പറേച്ചർ ഇൻക്രീസ് ദ മാർക്ക്. നമുക്കറിയാം ഇവിടെ ഏറ്റവും കൂടിയത് ഏതാണെന്ന് നമുക്കറിയാം. ഏതാ? ഈ 3 മാസത്തിലാണ് ഏറ്റവും കൂടിയത്. എപ്പോഴും ഇതാ ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ. ഏതൊക്കെ മാസങ്ങളാണ് ഇവിടെ? ഏപ്രിൽ മെയ് ജൂൺ മാസമാണ് അല്ല. ഏപ്രിലും മെയ് ജൂൺ മാസങ്ങളിലാണ് കേട്ടോ. ഏപ്രിലും കൂടുതലാണ്, മെയ്യിലും കൂടുതലാണ്, അതുപോലെ തന്നെ ഇച്ചിരി ജൂണിലും അല്ലേ. രണ്ടെണ്ണേ ചോദിക്കുന്നുള്ളെങ്കിൽ ഏപ്രിൽ മെയ് എന്ന് എഴുതുക കേട്ടോ. പിന്നെ ജൂണിൽ ഒരു ഡിഗ്രി സെൽഷ്യസ് കുറവ് ഏതാ? ജൂണിലും ഉണ്ട് കേട്ടോ. ഏപ്രിൽ മെയ് ജൂണിലാണ് കേട്ടോ. ഏപ്രിൽ മെയ് ആണ് കുറച്ചുകൂടെ. രണ്ടെണ്ണം ചോദിച്ചാൽ അത് മതി. ഓക്കെ. അടുത്ത ചോദ്യം, വാട്ട് അബൌട്ട് ദ മിനിമം ടെമ്പറേച്ചർ? അവിടുത്തെ മിനിമം ടെമ്പറേച്ചർ ഏറ്റവും കുറഞ്ഞത് അവിടെ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കുറഞ്ഞത് അവിടെ ഏതാണ്? കുറഞ്ഞതോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടത്തേക്ക് ഏറ്റവും കുറഞ്ഞത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിയേ. ഇവിടെ ഏറ്റവും കുറഞ്ഞ നോക്കി 24 അല്ലേ. 24ഉം 25ഉം ആണ് ഇവിടുത്തെ ഏറ്റവും കുറവ്. ബാക്കിയൊക്കെ ഇത് 26 ഉണ്ട്, 30, പിന്നെ അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഒരെണ്ണം ഏറ്റവും കുറവ് ഏതാണെന്ന് ഒരെണ്ണം ചോദിച്ചാൽ നമുക്ക് ഏതാ? ഡിസംബറിലാണ് കേട്ടോ. ഏറ്റവും കുറവ് ഏതാണെന്ന് ചോദിച്ചാൽ ഡിസംബറിലാണ്. പിന്നെ ഡിസംബർ മാത്രമേ ഉള്ളൂ. എല്ലാം നമ്മൾ രണ്ടെണ്ണം വെച്ചല്ലേ എഴുതിയത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ എഴുതാം. ഏതാ നോക്കിയേ? ഡിസംബർ. ഇവിടെ ജനുവരിയിൽ 25ആണ്, ഡിസംബറിൽ ഈ 2 മാസമാണ് ഏറ്റവും കുറവ് അല്ലേ, ഡിസംബർ. അപ്പോൾ നമുക്ക് ജനുവരിയും കൂടെ എഴുതാം. എല്ലാത്തിലും രണ്ടെണ്ണം അല്ലേ എഴുതിയേക്കുന്നത്. ജനുവരി കേട്ടോ. ജനുവരി മനസ്സിലാക്കണേ. ഇനിയുള്ള ചോദ്യങ്ങൾ നല്ല നമുക്ക് ഇങ്ങനെ പടം വരച്ച് ഈ മേളിൽ നിങ്ങളൊരിക്കലും മേളിൽ കയറ്റി എഴുതരുത്. കാരണം എന്താണെന്നറിയോ, ആൻസറിൽ അങ്ങനെ മേളിൽ വരത്തില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്കത് ഇതിൻ്റെ ആൻസർ ഒന്ന് എഴുതാൻ വേണ്ടി എളുപ്പവഴിക്കാണ് ഇതിൻ്റെ എല്ലാം ടോപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നമ്മൾ പഠിച്ചത് ബാർ ഗ്രാഫാണ് അല്ലേ, ചതുര ചിത്രമാണ്. അപ്പോൾ ഈ ബാറുകൾ കറക്റ്റായിട്ടായിരിക്കണം എഴുതിയിരിക്കുന്നത്. കാരണം ചിലത് എന്താണെന്നറിയോ, അത് പ്രത്യേകിച്ച് പറയാൻ കാര്യം എന്താണെന്ന് അറിയുമല്ലോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടിത് ആദ്യമേ അളവും കാര്യമൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ വരച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ
അടുത്ത കണ്ട ഇങ്ങനെ, അടുത്തത് ഇങ്ങനെ, അടുത്ത കണ്ട ഇങ്ങനെ അല്ലേ, അടുത്തത് കണ്ട് ഇങ്ങനെ. ഇത് ഇങ്ങനെ ആയിരിക്കും ഗ്രാഫിക്കുന്നത് കേട്ടോ. അങ്ങനെ എഴുതരുത്. എന്താ, ഇപ്പം നമ്മൾ എക്സ് എന്നും വൈ എന്നും എഴുതുക. നമ്മൾ 1 2 3 4 എത്ര എണ്ണം നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടോയെന്ന് എടുക്കുക. ബാർഗ്രാഫ് ആകുമ്പോൾ നമ്മൾ ഇവിടെയും ഇവിടെയും കൊടുത്തിട്ട് തുല്യമായിട്ട് എന്ത് ചെയ്യുക, ഒരേ അളവായിരിക്കണം. ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയാണെങ്കിൽ ഇത് തുല്യമായിട്ട് എല്ലാം ഒരേ അളവിൽ വേണം എഴുതാൻ. മനസ്സിലായോ? നമ്മുടെ ആ മെഷർ കണ്ടോ, ഈ ഒരു ഇത് തങ്ങളിലൊരു ഡിസ്റ്റൻസ് മനസ്സിലായോ, ദൂരം എന്ന് വെച്ചാൽ ഒരേ അളവായിരിക്കണം. ഇപ്പോൾ പിടികിട്ടിയോ? അങ്ങനെയാണ് ബാർ ഗ്രാഫ് വരയ്ക്കാൻ. ഇപ്പോൾ പഠിച്ചല്ലോ ബാർ ഗ്രാഫും അതിനകത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനും ഒക്കെ ഉത്തരം എഴുതാൻ. ഇത് നമ്മളോട് എന്താണ്, നമ്മളോട് ചോദിച്ചാൽ മാക്സിമം അല്ലേ, ചോദ്യത്തിൽ പറഞ്ഞായിരുന്നു മാക്സിമം ടെമ്പറേച്ചർ. ചോദ്യം എന്തുവാ? അതെ, ഉയർന്ന താപനിലയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി അതിൻ്റെ ഒരു താഴ്ന്ന താപനിലയുണ്ട് കുഞ്ഞുങ്ങളെ, അതുകൂടെ നമുക്കങ്ങ് എഴുതാം കേട്ടോ. അതുകൂടെ എഴുതിയിട്ട് നമുക്ക് ജയിക്കാം. നോക്കിയേ, കാലത്തിനനുസരിച്ച് മാറുന്ന അളവുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാം. നമ്മളിപ്പം വരച്ചത് എന്താ, ബാർ ഗ്രാഫ്. ഇനി ഈ ബാർ ഗ്രാഫ് സെയിം ഇത് തന്നെയാണ്, ഇതാണ് ബാർ ഗ്രാഫ്. ഈ ബാറിൻ്റെ ഈ ടോപ്പ് ഉണ്ടല്ലോ നിങ്ങൾ, ഈ ടോപ്പ്, ഇനി ഞാനതൊന്നും കൂടെ വരച്ച അത്രയും സമയം കളഞ്ഞ് ഈ ടോപ്പ്, ഈ ബാർ ഫുള്ള് നിങ്ങളങ്ങ് മായ്ക്കുക. എന്നിട്ട് ഈ ടോപ്പ് ഉണ്ടല്ലോ, ഈ ടോപ്പുകൾ തങ്ങളിൽ ദാണ്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് മിഡ് പോയിന്റിലോട്ട് കൊണ്ടുവരണേ. ഇതിൻ്റെ മിഡ് പോയിന്റ് ഇവിടെ, ഇതിൻ്റെ മിഡ് പോയിന്റ് ഇവിടെ, ഇതിൻ്റെ മിഡ് പോയിന്റ് ഇവിടെ. ഈ വരച്ചിരിക്കുന്ന വര എന്താ ഇങ്ങനെ സ്ട്രെയിറ്റ് വേണം വരയ്ക്കാൻ. ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് കണ്ടോ, അതേപോലെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോകരുത്, സ്ട്രെയിറ്റ് വേണം വരയ്ക്കാൻ. മനസ്സിലായി? ഇപ്പം 44 സ്ട്രെയിറ്റ്, അടുത്തത് സ്ട്രെയിറ്റ്, അടുത്തത് സ്ട്രെയിറ്റ്, അടുത്തത് സ്ട്രെയിറ്റ്. കണ്ടോ, സ്ട്രെയിറ്റ് ഉള്ള വര ആയിരിക്കണം. മനസ്സിലായോ? ഇതിനെ നമ്മൾ എന്താ പറയുന്നത് അറിയാണ്ട്, ഇവിടെ കണ്ടോ നമ്മൾ ലൈൻ ഗ്രാഫ് പറഞ്ഞില്ലേ, കണ്ടോ ഈ വര എന്തായിരിക്കണം, സ്ട്രെയിറ്റ്. കണ്ടോ, സ്ട്രെയിറ്റ് ആയിരിക്കണം. മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ. ഇപ്പം ഇവിടെയാണ് നമ്മുടെ ഗ്രാഫിൻ്റെ വന്നെങ്കിൽ അത് നമ്മൾ ആ വര ഇങ്ങനെ സ്ട്രെയിറ്റ് വേണം വരയ്ക്കാൻ, അല്ലാതെ വളഞ്ഞും പുളഞ്ഞും പോകരുത് എന്നാ. കണ്ടോ, ഇങ്ങനെ സ്ട്രെയിറ്റ് വരയ്ക്കണം. കണ്ടോ, മനസ്സിലായോ? ആ വര, അതായത് ആ ലൈൻ സെഗ്മെൻറ്റ്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് പോകുന്ന ഈ ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ പഠിച്ചതല്ലേ, കണ്ടോ, അതിങ്ങനെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അവർ രണ്ടാമത്തെ ആ ചോദ്യം ഇവിടെ ലൈൻ, നമ്മൾ ഇതെന്താ ലൈൻ ഗ്രാഫാണ് കേട്ടോ. ലൈൻ ഗ്രാഫ് എന്ന് വെച്ചാൽ നേർവര ചിത്രം, സംഖ്യാപരമായി വിവരങ്ങളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾക്ക് അല്ലെ, പിക്ചർ ഷോയിങ് ന്യൂമറിക്കൽ ഡേറ്റ ഈസ് കാൾഡ് ലൈൻ ഗ്രാഫാണിത്. അപ്പം നമ്മൾ ആദ്യം ഈ ചുമന്ന ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരച്ച ഗ്രാഫാണ് എന്ന് വെച്ചാൽ ഉയർന്ന താപനിലയാണ് കുഞ്ഞുങ്ങളെ. താഴത്തെന്ന് വെച്ചാൽ താഴ്ന്ന താപനിലയാണ്. ഇതുകൂടെ നമുക്കങ്ങ് പറയാം. എന്താണ്, ഏറ്റവും ടോപ്പിൽ തന്നിരിക്കുന്ന ലൈന് എന്ന് പറയുന്നത് ഉയർന്ന താപനിലയും, ഡൽഹിയിലെ 2024 താപനിലയും, താഴെ നീല കളർ തന്നിരിക്കുന്നത് ഡൽഹിയിലെ 2024 താഴ്ന്ന താപനിലയുമാണ്. മനസ്സിലായോ? ഇനി നമ്മളോട് അതിനകത്തിലും കുറേ ചോദ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം, തന്നെ എഴുതാം അല്ലേ. ചോദ്യം നോക്കിയേ, ഉയർന്ന താപനിലയും താഴ്ന്ന താപനിലയും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലായിട്ട് ഏതൊക്കെ മാസങ്ങളിലാണ്? ചോദ്യം. അപ്പോൾ അതിന് മുമ്പ് എന്താണെന്നറിയോ, നമുക്കിവിടെ താപനില ഉണ്ടോ കുഞ്ഞിലെ, ഇവിടെ ജനുവരിയിലെ കുറഞ്ഞ താപനിലയാണ് ഈ താഴെ തന്നേക്കുന്നത്. കുറഞ്ഞ താപനില 5 ആണ്, കൂടിയ താപനില 25 ആണ്. മനസ്സിലായോ? ഫെബ്രുവരിയിലെ കുറഞ്ഞ താപനില 10 ആണ്, വലിയ താപനില ഇവിടെ എത്ര നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട് അല്ലേ, 29 30 അങ്ങാണ്ട. അപ്പോൾ അത് ആദ്യമേ അങ്ങ് എഴുതണം. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം, എഴുതിയിട്ട് കാണിക്കാം. അപ്പോൾ നോക്കിയോ ഞങ്ങളെ, നമ്മുടെ ഈ പടം എങ്ങനെയാണ്, ഇത് താപനില, ഇത് മാസം, ഇതിൻ്റെ താഴെ തന്നിരിക്കുന്നത് താഴ്ന്ന താപനിലയും മുകളിൽ തന്നിരിക്കുന്നത് ഉയർന്ന താപനിലയുമാണ്. ഇവ തങ്ങളിലുള്ള വ്യത്യാസം ഒന്ന് അറിഞ്ഞിരിക്കണം. അതിന് ഞാനൊരു എളുപ്പവഴിക്ക് വേണ്ടി ഇതിൻ്റെ വ്യത്യാസം എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് ഈ വ്യത്യാസം കാണുന്നത് വെച്ചാൽ ഇപ്പം ജനുവരി അല്ലേ, ജനുവരിയിലെ ഏറ്റവും ഉയർന്ന താപനില 25 ആണ്. മനസ്സിലായോ? ചെറിയ താപനില 5 ആണ്. അപ്പം ഈ 25-ൽ നിന്നും 5 കുറച്ചപ്പോൾ നമുക്ക് എത്ര വന്നു? 20 വന്നു. മനസ്സിലായോ? ഇവ തങ്ങളിലുള്ളൊരു വ്യത്യാസം. ജനുവരിയിലെ ഏറ്റവും ഉയർന്ന താപനില 25 ആണ്, ഏറ്റവും കുറവ് 5 ആണ്. അപ്പോൾ അവ തങ്ങളിലുള്ള വ്യത്യാസം 20 ആണ്. അടുത്തത് അതുപോലെ നമ്മൾ ഫെബ്രുവരി എടുത്തു. ഫെബ്രുവരിയിലെ ഏറ്റവും ഉയർന്ന താപനില എന്ന് പറയുന്നത് 30 ആണ്. ഏറ്റവും ചെറിയ താപനില എന്ന് പറഞ്ഞ് നമ്മൾ ആ മൈന്യൂട്ടായിട്ടുള്ള നല്ലപോലെ നോക്കണം. എനിക്ക് പ്രായമായി, ഇനി ഏതെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുകയാണ് നിങ്ങൾ കേട്ടോ. ആ ചെറിയ വരകളാണ്, അത് നിങ്ങൾ ഓരോന്നും മില്ലിമീറ്ററിൻ്റെ 10 11
11 അപ്പോൾ ഏറ്റവും ചെറുത് 11. അപ്പോൾ ഇവിടെ 30-നും 11-ൻ്റെയും ഡിഫറൻസ് 30-ഉം 11-ൻ്റെയും ഡിഫറൻസ് 19. മനസ്സിലായോ? അങ്ങനെ ഞാൻ ഈ എല്ലാ മാസത്തിൻ്റെയും ആ 12 മാസം അങ്ങ് എഴുതി. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം നോക്കിക്കേ, ആ 12 മാസത്തിൻ്റെയും നട ഞാൻ എഴുതി. അപ്പോൾ തങ്ങളിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ചോദ്യം എഴുതാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കണ്ടോ, ടെസ്റ്റിലെ ചോദ്യമാണ് നമ്മൾ എഴുതുന്നത്. നോക്കിയേ, ഒന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷ് മീഡിയം നോക്കുഞ്ഞല്ലോ. ഒന്നാമത്തെ അതിൻ്റെ തൊട്ട് താഴത്തെ ചോദ്യം ഇവിടെ ഇൻ വിച്ച് മന്ത് ഈസ് ദ ഡിഫറൻസ് ഇൻ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ദ ഹയസ്റ്റ്. ചോദ്യം നാണ്ട് ഇൻ വിച്ച് മന്ത് ഈസ് ദ ഡിഫറൻസ് ഇൻ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ദ ഹയസ്റ്റ്. കേട്ടോ, മലയാളം മീഡിയക്കാരും ഉണ്ട്. അതുണ്ടോ ഇതിങ്ങനെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. ഉയർന്ന താപനിലയും താഴ്ന്ന താപനിലയും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലായിട്ട് ഏതൊക്കെ മാസങ്ങളിലാണ്? ചോദ്യം കണ്ടോ, ഒന്നാമത്തെ. നമുക്ക് 1 നമ്പർ ഇടാം. അപ്പോൾ ഇത് ഒന്നാമത്തെ. ഉയർന്ന താപനിലയും താഴ്ന്ന താപനിലയും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലായത് ഏതൊക്കെ മാസങ്ങളിലാണ്? നമ്മൾ ഈ എഴുതിയത് കൊണ്ട് ഒരു പ്രയോജനമുണ്ട് കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, ഏറ്റവും കൂടുതൽ ഇവിടെ ഏതൊക്കെയാണെന്ന് നോക്കിയേ. വേണ്ടേ, ഈ തന്നിരിക്കുന്നതിൽ നിന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ, ഏറ്റവും കൂടുതൽ ഏതൊക്കെയാ? വേണ്ടേ, ജനുവരിയിൽ അല്ലേ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തങ്ങളിലുള്ള ഡിഫറൻസ് അല്ലേ നമ്മളോട് ചോദിച്ചത്. ഏറ്റവും കൂടുതൽ നോക്കിയാൽ ഇവിടെ 20ആണ്. ഏതൊക്കെ മാസങ്ങളിലാണ്? വേണ്ട, ജനുവരിയിലും ഏപ്രിലും. കേട്ടോ, ജനുവരിയിലും ഏപ്രിലുമാണ് ഏറ്റവും കൂടുതൽ അല്ലേ. 40 ആ മെഷർ നിങ്ങൾ നോക്കണേ നിങ്ങൾ. ജനുവരിയിൽ ഏപ്രിൽ 42 തോന്നുന്നു അല്ലേ. നിങ്ങളത് നോക്കണേ. 40 ജനുവരിയിൽ 25. ഇവർ തങ്ങളിലുള്ള ഡിഫറൻസാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. 25ഉം 20ഉം തങ്ങളുടെ ഡിഫറൻസ് 20ആണ്. 42ഉം 20ഉം തങ്ങളുടെ ഡിഫറൻസ് 20ആണ്. അപ്പം നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? ഏത് മാസമാണ്? ആ ചോദ്യം കേട്ടിട്ട് വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ. ഉയർന്ന താപനിലയും താഴ്ന്ന താപനിലയും തമ്മിലുള്ള വ്യത്യാസം, ഇവ തങ്ങളിലുള്ള വ്യത്യാസത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് ഏതാ? 20ഉം 20ഉം. ബാക്കി നോക്കി എല്ലാം ചെറുതാണ്. അപ്പോൾ അത് ഏതൊക്കെ മാസമാണ്? ജനുവരിയിലും ഏപ്രിലും 20ആണ് കേട്ടോ. മനസ്സിലായോ? നമ്മളത് എങ്ങനെ എഴുതും? നമുക്ക് 1 നമ്പർ ഇട്ടെടുത്ത് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? നമ്മുടെ അടുത്ത് മാസമല്ലേ ചോദിച്ചത്. അപ്പോൾ 1 നമ്പർ ഇട്ടെടുത്ത് ഏപ്രിലും ജനുവരി അല്ലെ, ജനുവരി ഏപ്രിൽ എങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ജനുവരി 1 നമ്പർ ഇട്ടത് കേട്ടോ. അടുത്ത അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഈ വ്യത്യാസം ഏറ്റവും കുറവായത് ഏതൊക്കെ മാസങ്ങളിലാണ്? രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. രണ്ടാമത്തെ ഇൻ വിച്ച് മന്ത് ഈസ് ദ ഡിഫറൻസ് ദ ലീസ്റ്റ്? ഇൻ വിച്ച് മന്ത് ഈസ് ദ ഡിഫറൻസ് ദ ലീസ്റ്റ്? ഇവിടെ ഈ വ്യത്യാസം ഏറ്റവും കുറവായത് ഏതൊക്കെ മാസങ്ങളിലാണ്? ഏതൊക്കെ മാസങ്ങളിലാണ് നിങ്ങളിവിടെ നോക്കിക്കേ. വ്യത്യാസം വന്നത് ഏതൊക്കെ മാസങ്ങളിലാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ കുറവായത്, അതായത് ഈ വ്യത്യാസം ഏറ്റവും കുറവായത് ഏതൊക്കെ മാസങ്ങളിലാണ്? ഏറ്റവും കുറവാണ് ഏതൊക്കെയാ? നോക്കിക്കേ, ഇതിനകത്തിലേക്ക് ഏറ്റവും കുറവ് ഏതാണ്? നോക്കി, ഏറ്റവും കുറവ് 11 അല്ലേ. അത് 2 എണ്ണം ചോദിച്ചു. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 11ഉം 12ഉം. കണ്ട, ഏറ്റവും വലുത് 20ആണ്. ഡിഫറൻസ് ഫസ്റ്റ് ചോദിച്ചാൽ ഡിഫറൻസ് ആണ് ചോദിച്ചത്. ഡിഫറൻസ് ഏറ്റവും 20ആണ്. അപ്പോൾ അത് 2 എഴുതി. ഇനി നമ്മളോട് ചോദിച്ചത് ഏത് മാസം അല്ലേ, അടുത്തടുത്ത ഏതൊക്കെ മാസങ്ങളിലാണ് ഉയർന്ന താപനില മാറാതെ നിന്നത് എന്നാണ് അല്ലേ. അല്ല, ഈ വ്യത്യാസം ഏറ്റവും കുറവായത് ഏതൊക്കെ മാസങ്ങളിലാണ്? ഈ വ്യത്യാസം ഏറ്റവും കുറവ് ജൂലൈയിലും ആഗസ്റ്റിലുമാണ് കേട്ടോ. ഏറ്റവും കുറവ് നോക്കിയാൽ 11ഉം 12. ബാക്കി എല്ലാം അതിൽ കൂടുതലല്ലേ. അപ്പോൾ ഏറ്റവും കുറവ് ചോദ്യം കേട്ടിട്ട് വേണം കേട്ടോ. നോക്കിക്കേ, ജൂലൈയും ഓഗസ്റ്റ് 2. അണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആ ചോദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അടുത്ത മൂന്നാമത്തെ നമ്മളോട് ചോദിച്ചത് 3, അടുത്തടുത്ത ഏതൊക്കെ മാസങ്ങളിലാണ് ഉയർന്ന താപനില മാറാതെ നിന്നത്? അടുത്തടുത്തതാണ്ട ഇവിടെ നോക്കി. ഉയർന്ന താപനില മേളത്തെയാണ്, താഴത്തെയാണ് ചെറുത്. നോക്കിയേ, മാറാതെ നാണ്ടോ നിങ്ങൾ ഈ 2 മാസം നോക്കിയേ, ഒരേ ഇതിൽ തന്നെയാണ് നിന്നത് കണ്ടോ. ഒരു മാറ്റവും ഇല്ലാതെ നിന്നത് ഈ 2 എണ്ണം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഏതാ? ജൂലൈയും ഓഗസ്റ്റുമാണ് അല്ലേ. ജൂലൈയിലെ ഓഗസ്റ്റിലെ നോക്കിയേ, ഇത് മാറാതെ നിന്നത് ഏതാണെന്ന്, ഏത് മാസമാണെന്നാണ് ചോദിച്ചത്? ജൂലൈ. ഓക്കെ, 26. ഡിഫറൻസ് അല്ല നമ്മളോട് ചോദിച്ചാൽ മാറാതെ നിന്നത് ഏതാണ്? അത് ജൂലൈ ഓഗസ്റ്റാണ്.
ഓഗസ്റ്റ് ജൂലൈ എന്ന് പറഞ്ഞാലും മതി കേട്ടോ. മാസം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന വെച്ച് വയ്ക്കട്ടെ. ജൂലൈ ആഗസ്റ്റ് മനസ്സിലാക്കണേ. ഇവിടെ നമ്മളോട് ചോദിച്ചത് മുകളിലത്തെ അടുത്തടുത്ത ഏത് മാസങ്ങളിലാണ് ഉയർന്ന താപനില എന്ന് വെച്ചാൽ മുകളിൽ വരുന്നതാണ്. ഈ ഉയർന്ന തല മാറാതെ വന്നത് ഇത് രണ്ടും. ഓക്കെ, മറ്റേതിങ്ങനെ ഏറിയും കുറഞ്ഞു ഇങ്ങനെയൊക്കെ അല്ലേ. മാറാതെ വന്നത് ഏതാണ്? ജൂലൈയും ഓഗസ്റ്റുമാണ്. അടുത്തടുത്ത ഏതൊക്കെ മാസങ്ങളിലാണ് ഉയർന്ന താപനില? ഇപ്പം നമ്മൾ പറഞ്ഞു. താഴ്ന്ന താപനിലയോ? നാലാമത്തെ ചോദിക്കുക. താഴ്ന്ന താപനിലയോ? വാട്ട് അബൌട്ട് മിനിമം ടെമ്പറേച്ചർ? ഏറ്റവും താഴ്ന്ന താപനില ഇവിടെ നോക്കൂ നിങ്ങൾ. ഇവിടുത്തെ ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത് ഇതാ അല്ലേ. ഏതാ ഇതിനകത്തിലെ ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത്? നമ്മളോട് ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞതോ എന്നാ ചോദിച്ചത് അല്ലേ. ഏറ്റവും കുറഞ്ഞത് ഇതിനകത്ത് നോക്കിയേ, ഇവിടാണ് അല്ലേ. കുറഞ്ഞ താപനില ഏതാണെന്നേ ചോദിച്ചത് ചോദ്യം. കാരണം ഉയർന്ന താപനില, താഴ്ന്ന താപനില, അതിൽ ഏറ്റവും കൂടിയത് ഏതാണ്? ചോദ്യം നല്ലപോലെ കേൾക്കണം കേട്ടോ. ഏറ്റവും കുറഞ്ഞത് ഡിസംബറിലും ജനുവരിയിലുമാണ് കേട്ടോ. ഈ രണ്ടെണ്ണമാണ് ഏറ്റവും കുറവ്. അതിപ്പോൾ ഇവിടെ ആയപ്പോഴും എന്താണ് നോക്കിയേ, ഉയർന്ന താപനിലയിലും ഏറ്റവും കുറവ് അവിടെ തന്നെ അല്ലേ. മനസ്സിലായോ? ഉയർന്ന താപനിലയിലും ഏറ്റവും കുറവ് ഈ 2 മാസങ്ങളിലാണ്. താഴ്ന്ന താപനിലയിലും ഏറ്റവും കുറവ് ജനുവരിയിലും ഡിസംബറിലുമാണ്. അപ്പോൾ എങ്ങനെ എഴുതും? നാലാമത്തെ ജനുവരി ഡിസംബർ കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് ഇത് മതി കുഞ്ഞുങ്ങളെ. നമ്മൾ 2 എണ്ണം പഠിച്ചു. ഗ്രാഫിനെ കുറിച്ചായിരുന്നു. വൃത്തിയായിട്ട് ഇത് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അപ്പം മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയണേ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യേണ്ട കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.